കുവൈറ്റിലും ദുബായിലും ഡ്രൈവർ, ഹോം നഴ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഫോൺ 8589 995111, 9188 113138, 9188 113139, 8089 403969. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാൽപ്പാറയിലെ നരഭോജിപ്പുലി വനം വകുപ്പിന്റെ കെണിയിൽ. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരിയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച പുലി. വീണ്ടും ഇരയെ തേടിയെത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ രാത്രി. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി സ്വദേശി 33 വയസ്സുള്ള സിജു. ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം. ഷൊർണൂർ മേഖലയിൽ പുഴ കര കവിഞ്ഞു. നമ്പറം റോഡ് വെള്ളത്തിനടിയിൽ. മലമ്പുഴ ഡാം തുറക്കുന്നതോടെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്ക. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചെന്ന് പോലീസ്. ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് ഷൊർണൂർ പോലീസ് 18 നിർദ്ദേശങ്ങൾ പരസ്യപ്പെടുത്തി. സംശയാസ്പദമായി എന്തു കണ്ടാലും വിവരമറിയിക്കണമെന്ന് പോലീസ്. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത്. സ്കൂട്ടറിന്റെ പിറകിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിലെ നരഭോജി പുലി പിടിയിൽ. കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരിയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച പുലിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കഴിഞ്ഞ രാത്രിയാണ് വീണ്ടും ഇരയെ തേടിയെത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി വൈകിട്ടോടെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളി ദമ്പതികളുടെ മകൾ 6 വയസ്സുള്ള റോഷ്നിയെ പുലി കടിച്ചുകൊണ്ടുപോയത്. അന്ന് രാത്രി വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ പിറ്റേന്ന് രാവിലെ മുതൽ ഡോഗ് സ്ക്വാഡിൻ്റെയും ഡ്രോണിൻ്റെയും സഹായത്തോടെ നടത്തിയ തെരച്ചിലിനൊടുവിൽ രാവിലെ 11 മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതിയിലധികം ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. അന്നു തന്നെ വനംവകുപ്പ് നരഭോജി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഏതാനും നാളുകൾക്ക് മുമ്പും ഇതേ പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടി കൊലപ്പെടുത്തി വനാതിർത്തിയിൽ ഉപേക്ഷിച്ചിരുന്നു. നിരന്തരം വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണ് വാൽപ്പാറ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 5 വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവിതയ്ക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെ ഒളിവിൽ പോയ പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പാലക്കാട് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി പനയംപുള്ളി വീട്ടിൽ 33 വയസ്സുള്ള സിജുവിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. പ്രതിക്ക് 2 ലക്ഷം രൂപ പിഴയും 66 വർഷം കഠിന തടവും കോടതി വിധിച്ചു. പാലക്കാട് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി പനയംപുള്ളി വീട്ടിൽ 33 വയസ്സുള്ള സിജുവിനെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ഫോക്സോ കോടതി ജഡ്ജ് ആർ മിനി 66 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2018 ഡിസംബർ മാസത്തിൽ പല ദിവസങ്ങളിൽ അതിജീവിത അമ്മയുടെയും അമ്മയുടെ സുഹൃത്തായ പ്രതിയുടെയും കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് പ്രതി പലതവണ കുട്ടിക്ക് നേരെ ലൈംഗിക ആക്രമണം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കുട്ടിയെയും 8 വയസ്സുള്ള സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട് പുറത്തുപോയ കുട്ടികളുടെ അമ്മയും പ്രതിയും ഏറെ സമയമായിട്ടും തിരികെ വരാതായതിനെ തുടർന്ന് നാട്ടുകാർ ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ വനിതാ സബ് ഇൻസ്പെക്ടർ കെ ശാന്തകുമാരി രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ BP സിബീഷ് FIR രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ S സജീവ് അന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ KM മുഹമ്മദ് അഷ്റഫ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. പ്രോസിക്യൂഷൻ 17 സാക്ഷികളെ വിസ്തരിച്ചു. 17 രേഖകൾ തെളിവിൽ ഹാജരാക്കി. ലൈസൺ ഓഫീസർ ഗസി ഗീത PR, CPOമാരായ മിഥുൻ ബേസിൽ എന്നിവർ പ്രോസിക്യൂഷൻ നടപടിയിൽ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. നിള ആശുപത്രിക്ക് പിറകുവശത്താണ് പുഴയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം. ഷൊർണൂർ മേഖലയിൽ പുഴ കര കവിഞ്ഞു.
പുഴയോരത്തെ നമ്പ്രം റോഡ് വെള്ളത്തിനടിയിലായി. ഇതോടെ റോഡ് അടച്ചു. മലമ്പുഴ ഡാം തുറക്കുന്നതോടെ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. എല്ലാ വർഷങ്ങളിലും മഴ കനക്കുമ്പോൾ നമ്പ്രം പ്രദേശത്ത് വെള്ളം കയറുന്നത് പതിവാണ്. ഭാരതപ്പുഴയോരത്ത് 75ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്ന് മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ വഹിച്ചാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മഴ കനത്താൽ ശ്മശാനത്തിനുള്ളിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറുമെന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതായി പോലീസ്. ജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് 18 നിർദ്ദേശങ്ങൾ ഷൊർണൂർ പോലീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. വീടിന്റെ ലോക്ക് സംവിധാനങ്ങൾ പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അലക്ഷ്യമായ വാതിലുകളും ജനലുകളും തുറന്നിടരുതെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് എല്ലാ വാതിലുകളും ജനലുകളും കൃത്യമായി ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജനവാതിലുകളുടെ സമീപത്തും തുറസായ സ്ഥലങ്ങളിലും കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. മൺവെട്ടി, കോടാലി, മടവാൾ പോലുള്ള മാരകായുധങ്ങൾ മോഷ്ടാക്കൾക്ക് കിട്ടുന്ന തരത്തിൽ പുറത്തു വയ്ക്കാതിരിക്കണം. ഇവ ഉപയോഗിച്ച് വാതിലുകൾ പൊളിക്കുന്നതിനും അക്രമം നടത്തുന്നതിനും സാധ്യത കൂടുതലാണ്. അയൽവാസികൾ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറുകയും അസമയങ്ങളിൽ സംശയാസ്പദമായ എന്തെങ്കിലും ശബ്ദമോ ആൾപെരുമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പരസ്പരം ഫോണിലൂടെ വിവരമറിയിച്ച് ഇക്കാര്യം ധരിപ്പിക്കണം. യാതൊരു കാരണവശാലും മുൻകരുതലുകളില്ലാതെയും തനിച്ചും പുറത്തിറങ്ങരുത്. എല്ലാ വീട്ടിലും പോലീസ് സ്റ്റേഷൻ ഫോൺ നമ്പർ 9497934002, പോലീസ് എമർജൻസി നമ്പറായ 112 മുതലായവ ഫോണുകളിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ വിവരം ബന്ധപ്പെട്ട നമ്പറുകളിൽ അറിയിക്കുക. ഒരു കാരണവശാലും വീട്ടിൽ അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളോ പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ സൂക്ഷിച്ചു വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. പരമാവധി എല്ലാ വീടുകളിലും CCTV ഇൻസ്റ്റാൾ ചെയ്യുകയും ആയത് പോലീസിനു കൂടി ഗുണപ്രദമായ രീതിയിൽ റോഡ് കൂടി കവർ ചെയ്യുന്ന തരത്തിൽ സ്ഥാപിക്കാനും ശ്രദ്ധിക്കുക. പകൽ സമയങ്ങളിൽ വീട്ടിൽ വരുന്ന അപരിചിതരോട് അകന്ന് ഇടപെടുക. വീടിനകത്തേക്ക് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീടിന്റെ പരിസരങ്ങളിൽ കറങ്ങി നടക്കുന്ന അപരിചിതരെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം പോലീസിൽ അറിയിക്കണമെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു. മഴക്കാലത്ത് എല്ലാ വീട്ടിലും വൈദ്യുതി ബദൽ സംവിധാനങ്ങൾ കരുതുന്നത് ഉചിതമാണ്. രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തുനിന്നും ശബ്ദം കേട്ടാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. പരിസരവാസികളെ ഫോണിൽ വിളിച്ചറിയിച്ചും പോലീസിനെ വിവരമറിയിച്ചും മുൻകരുതലോടെ മാത്രം ഇടപെടണം. വീട് പൂട്ടിപ്പോകുന്ന വേളയിൽ വിവരം തൊട്ടടുത്ത അയൽവാസിയെ അറിയിക്കുക. റെസിഡൻഷ്യൽ ഏരിയകൾ കേന്ദ്രീകരിച്ച് കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതും മോഷ്ടാക്കളുടെ ശല്യം തടയാൻ ഫലപ്രദമാണ്. പുറത്തിറങ്ങി നടക്കുന്ന സമയം കഴുത്തിലും മറ്റും കൂടുതലളവിൽ ആഭരണങ്ങൾ ധരിക്കാതിരിക്കുന്നതും സുരക്ഷിതമാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, കൈവശമുള്ള ബാഗ് എന്നിവയിൽ മതിയായ ശ്രദ്ധ കൊടുക്കുക. വീട്ടിലും പുറത്തും വാഹനങ്ങൾ നിർത്തിപ്പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ലോക്ക് ഉൾപ്പെടെ ചെയ്ത് താക്കോൽ സുരക്ഷിതമായ രീതിയിൽ കൈവശം സൂക്ഷിക്കണം. പുറത്ത് വാഹനങ്ങൾ നിർത്തിപ്പോകുന്ന സമയത്ത് പരമാവധി പെയ്ഡ് പാർക്കിംഗ് ഏരിയകളിൽ മാത്രം നിർത്താൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമമോ മറ്റോ നടന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും പൊതുജന സമ്പർക്കം അനുവദിക്കരുത്. തെളിവുകൾ നശിപ്പിക്കാതെ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം. വ്യാപാര സ്ഥാപനങ്ങളിൽ യാതൊരു കാരണവശാലും പണം സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരങ്ങൾ ഉത്തരവാദപ്പെട്ടവർ ചെറിയ ഇടവേളകളിൽ തുറന്ന് പണമെടുക്കുകയും അമ്പലത്തിലെ വിലപിടിപ്പുള്ള മുതലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും CCTVകൾ സ്ഥാപിക്കുകയും വേണമെന്ന് ഷൊർണൂർ പോലീസ് SHO വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി 30 വയസ്സുള്ള വിഷ്ണുവാണ് ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി മരിച്ചത്.
വിഷ്ണുദത്തിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന അമ്മ പത്മിനിക്കും അപകടത്തിൽ പരിക്കേറ്റു. പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരത്തിലെ MG റോഡിൽ രാവിലെ 7:45 അപകടം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് യുവാവ് തെറിച്ചു വീഴുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിഷ്ണുദത്തിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ എന്തുണ്ടാക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ കൃഷിക്കാരാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ കൃഷി ഓഫീസർ കൊടുക്കാറുണ്ട്. കൃഷി ഓഫീസിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചർ ഓഫീസർ കൃഷ്ണ VR, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, സെക്രട്ടറി ഷെരീഫ്, സീനിയർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിനു, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ സന്തോഷ്, സുസ്മിത, പാടശേഖര സമിതി പ്രതിനിധികൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. യൂണിയൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CITU ഡിവിഷൻ വൈസ് പ്രസിഡന്റ് MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, ജില്ലാ കമ്മിറ്റി അംഗം P സിന്ധു, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ PK ഗോപാലകൃഷ്ണൻ, KP മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V വേണുഗോപാലൻ സ്വാഗതവും വഴിയോര കച്ചവട യൂണിയൻ പ്രസിഡന്റ് N ജയപാൽ നന്ദിയും പറഞ്ഞു. പണിമുടക്കിനോടനുബന്ധിച്ച് നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് 27 സ്വീകരണം നൽകുന്നതിനും ജൂലൈ 5 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ കുളപ്പുള്ളി വരെ കാൽനട പ്രചരണ ജാഥ നടത്താനും യോഗം തീരുമാനിച്ചു. 6-7 തീയതികളിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പണിമുടക്ക് പ്രചരണം നടത്തും. 8 കടകളിൽ കയറി പ്രചരണം നടത്തും. പണിമുടക്കിൽ ഉന്നയിക്കുന്ന 17 ആവശ്യങ്ങൾ എഴുതി ഓരോ അംഗങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്താനും കൺവെൻഷനിൽ തീരുമാനമായി. പണിമുടക്ക് ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തൊഴിലാളികൾ സമരകേന്ദ്രത്തിലിരിക്കാനും തീരുമാനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി ശ്രീ ശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. വ്യത്യസ്ത മേഖലയിലെ 6 കലാകാരന്മാർ ചേർന്നായിരുന്നു ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടാവില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ? സംഗീതം കേൾക്കാൻ, ആസ്വദിക്കാൻ. പിന്നെ എല്ലാവരും പാടുണ്ടാവും അല്ലേ? അതിനെക്കുറിച്ചൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും സംഗീതം ഒരു ലഹരി തന്നെയാണ്. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് സംഗീതം. പ്രധാനാധ്യാപിക N ഇന്ദുകല അധ്യക്ഷത വഹിച്ചു. മ്യൂസിക് അധ്യാപകൻ ത്രിവിക്രമൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഗാനാലാപനവും ഉണ്ടായി. അധ്യാപകരും കുട്ടികളും ചേർന്ന് ഗാനാലാപനവും നടത്തി. വിവിധ വാദ്യോപകരണങ്ങളെക്കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിലെ നരഭോജിപ്പുലി വനം വകുപ്പിന്റെ കെണിയിൽ. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരിയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച പുലി. വീണ്ടും ഇരയെ തേടിയെത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ രാത്രി. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോയ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി സ്വദേശി 33 വയസ്സുള്ള സിജു. ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം. ഷൊർണൂർ മേഖലയിൽ പുഴ കര കവിഞ്ഞു. നമ്പറം റോഡ് വെള്ളത്തിനടിയിൽ. മലമ്പുഴ ഡാം തുറക്കുന്നതോടെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്ക. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചെന്ന് പോലീസ്. ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് ഷൊർണൂർ പോലീസ് 18 നിർദ്ദേശങ്ങൾ
പരസ്യപ്പെടുത്തി. സംശയാസ്പദമായി എന്തു കണ്ടാലും വിവരമറിയിക്കണമെന്ന് പോലീസ്. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത്. സ്കൂട്ടറിന്റെ പിറകിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.